സൗത്തിൻ്റെ കീശക്ക് കായ്ക്ക് സ്കോപ്പ് കക്കാൻ അറിയില്ല നയിപ്പന നയിപ്പ് ആരാൻ്റെ കീപ്പെട്ട് വന്ന് കൈക്കൂപ്പ് കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ്. ഫൈനലി വീഡിയോ സോങ് റിലീസായിരിക്കുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, ജാതി പ്രൊഡക്ഷനാ. കയ്യിലെൻ്റെ മുത്തമ്മ കാലകത്തി വെച്ചപ്പം ട്രാക്ക് അത്രയും വൈറലായി പോയല്ലോ. അപ്പോൾ അതിൽ തന്നെ മുമ്പ് ആരപ്പോൾ ഒരു ഇത് ട്രാക്ക് ഇറക്കിയിട്ട് മറ്റേ ആ വീഡിയോ ഇറക്കണമെന്ന് കാണട്ടെ എന്നുള്ള മൂഡിലിരിക്കുന്ന ഒരു കുറേ പേരുണ്ടായിരുന്നു. ദുനിയാവിലാരാണ്ട ഞമ്മക്ക് പെരിയോന് ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കോർക്കാൻ. കായ് സോങ് എടുക്കാൻ വേണ്ടിട്ടേ എത്ര കായ് നിങ്ങൾ പൊട്ടിച്ചു. എല്ലാം അത് കമന്റ് കണ്ടതാണ്. ഒരു സിനിമേനെ മെൻഷൻ ചെയ്തിട്ട് അങ്ങനത്തെ സിനിമകൾ എടുക്കാമായിരുന്നു എന്നൊക്കെയാണ് കമന്റ്സ്. അപ്പൊ ഏകദേശം എത്ര രൂപ ചെലവഴിക്കണം ആൾക്കാർക്ക് അറിയണ്ടേ? 5 years 5 കോടിയുടെ വീഡിയോ. അതിനുശേഷം ഇപ്പൊ പുതിയ മൂവി കമ്മിറ്റ് ചെയ്തു. ഷൂട്ട് നടന്നു. ഇതിലെങ്ങനെയാ ഇടി അടി ഇതില് കിട്ടുന്നുണ്ടല്ലേ? ഗാങ്സ്റ്റർ ആണ് ഞാൻ. നമ്മള് വേടന്റെ ഇപ്പം അറസ്റ്റും കാര്യങ്ങളൊക്കെ, പക്ഷെ ഒരു സോഷ്യൽ മീഡിയ അല്ല, ഒരു ജനത മൊത്തം ഒരു ഇൻസിഡന്റ് വരുമ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇവനെ അവിടെ കിടന്നിട്ട് ഒറ്റക്ക് പെടാപ്പാട് കൊണ്ടുള്ളൊരു വിഷമമുണ്ട്. നാട്ടിലൊക്കെയാണ് ഇപ്പൊ പോലീസ് പിടിച്ചാലും പിടിച്ച് 2 തല്ല് കിട്ടിയാലും ഇനിയിപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല, പ്രശ്നക്കാരനാണ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ പത്രത്തിൽ വരുള്ളൂ. ഇത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ മുതല് അവിടെ എത്തണ വരെ ഈ പത്രത്തിൽ പൊക്കി എന്നുള്ള സാധനം ന്യൂസാണ് കൊടുക്കുന്നത്. അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രതിയാണ് തെളിഞ്ഞാൽ മാത്രം അത് ന്യൂസിൽ വരിക എന്നുള്ളതാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് വീണ്ടും നമ്മുടെയൊക്കെ സ്വന്തം ബേബി ജീൻ. പക്ഷെ ഇപ്രാവശ്യം ഒരു ഡിഫറൻസ് ഉള്ള എന്താന്ന് വെച്ചാൽ ഒരു ഡയറക്ടർ കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, റഹീസ്. ഹലോ. ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി 1 year മുന്നേ കായിന്റെ ഓഡിയോ സോങ്ങിന്റെ ഇന്റർവ്യൂ എടുത്തായിരുന്നു. അന്ന് നമ്മൾ എയറിലായിരുന്നു. ഇന്ന് 1 വർഷത്തിന് ശേഷം വീണ്ടും ആ ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമുക്കറിയാം എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന, എനിക്കൊന്ന് ഒരുപാട് പേര് വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടി എന്നാണ് അതിന്റെ കമന്റ് സെക്ഷനിൽ കാണുന്നത്. ഫൈനലി വീഡിയോ സോങ് റിലീസായിരിക്കുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, ജാതി പ്രൊഡക്ഷനാ ഒരു മലയാളം റാപ്പ് സോങ്, അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ മാറി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കിഡിലൻ മേക്കിംഗ്, കിഡിലൻ പ്രൊഡക്ഷൻ ക്വാളിറ്റി. അത് കുറെ കമന്റ്സ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത് നേരിട്ട് പറയണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ടോപ്പ് നോച്ച് പ്രൊഡക്ഷൻ ക്വാളിറ്റി, അത് ഒന്നും പറയാനില്ല. പിന്നെ നമുക്ക് അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ അറിയേണ്ടത്. എപ്പോഴായിരുന്നു ഷൂട്ട്, എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു, എന്തൊക്കെ ലൊക്കേഷൻസ്, ആൾക്കാർ ടീക്കോടൊക്കെ ചെയ്യുന്നുണ്ടോ? ഷൂട്ടിംഗ് ഉണ്ടായത് കാനഡയിലാണ്. ഓക്കെ, നവംബർ സെപ്റ്റംബർ ആ സമയത്തായിരുന്നു. ഡയറക്ടർക്ക് ഭയങ്കര ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ, ഇത്രയും വലിയ വിഷ്വൽസ് ഒക്കെ ഡയറക്ട് ചെയ്ത ഒരാളാണ്. പക്ഷെ ഭയങ്കര ഷൂട്ട് ചെയ്തു, നവംബറിൽ ഷൂട്ട് ചെയ്തു. അതൊക്കെ ബാക്കി കണ്ടിട്ട് ആൾക്കാരുടെ അവരുടെ റെസ്പോൺസ് അതൊക്കെയായിരുന്നു. ബാക്കിയെല്ലാം നമ്മുടെ എഫേർട്ട്, നമ്മൾ മാക്സിമം ഇടുക, പണിയെടുക്കുക, അതിന്റെ റെസ്പോൺസ് ഓഡിയൻസിന്റെ മേടിക്കുക, അതൊക്കെ ഉള്ളൂ. എന്ത് തോന്നി റെസ്പോൺസ് ഒക്കെ കണ്ടപ്പോഴേക്കും? ലൈക്ക് എല്ലാവരും പറഞ്ഞ പ്രൊഡക്ഷൻ ക്വാളിറ്റിയെ കുറിച്ച് തന്നെയാണ്. പിന്നെ നമ്മുടെ ടീം MHB റെക്കോർഡ്സ് അവരുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ, അതുകൊണ്ട് അവർ മാക്സിമം ലൈക്ക് അവരാണ് ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ ക്രൂ എല്ലാവരും വന്ന് അതിന്റെ ഡിസൈൻ ചെയ്ത് അതൊരു ഇപ്പൊ കാണുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രൊഡക്റ്റ് ആക്കിയെടുത്തു. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, അന്ന് നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ബിബിജിൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ വിചാരിക്കുന്ന ഒരു വിഷ്വൽ ആയിരിക്കില്ല വീഡിയോ റിലീസ് ആവുമ്പോൾ വരാൻ പോകുന്നത്. അത് കറക്റ്റ് ആയിരുന്നു. വിചാരിച്ചതേ അല്ല, വിചാരിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്ത് വിഷ്വൽസ് ആയിരുന്നു എല്ലാം കൊണ്ടും. പകുതി പ്രശ്നങ്ങളൊക്കെ തീർന്നു, കുറെ പേരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അതെ, എനിക്ക് തോന്നുന്നു കുറച്ച് എന്താ പറയാ, വീഡിയോ ഓടി ഇറങ്ങിയിട്ട് ഒരു 5-6 മാസം കഴിയുമ്പോ തന്നെ ഈ സാധനം ഇറക്കി കൊടുക്കണ്ടായിരുന്നു. അതാകുമ്പോ കുറച്ച് ചോദ്യങ്ങൾ നിന്നായിരുന്നു.
എന്താ ഇത്ര ലേറ്റ് ആയി? അല്ല നമ്മള് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അവിടെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനാരിയോ ഉണ്ടായതുകൊണ്ട് അവിടുത്തെ വിസ പ്രോസസ്സിങ് പരിപാടി എല്ലാം കടന്ന് ലൈക്ക് നമ്മൾ ഇത് പ്ലാൻ ചെയ്ത സമയത്ത് ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ പരിപാടി പ്ലാൻ ചെയ്തതുകൊണ്ട് അതിൻ്റെതായ സമയം ഉണ്ടായിരുന്നു. അതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമെന്ന് പറയുന്ന പോലെ അതെ, വേറെ ലെവൽ സാധനമായിരുന്നു കൊണ്ടു തന്നത്. ബിബിജിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അന്ന് കാണുമ്പോൾ ഇന്ന് നല്ല വ്യത്യാസങ്ങളുണ്ട് ലൈഫിൽ, കുറെ മാറ്റങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ. സിനിമകൾ ചെയ്യുന്നു, ആക്ടർ ബേബിജിൻ കൂടിയാണ് ഇപ്പോ. നമ്മുടെ വീഡിയോയുടെ ഷൂട്ടിംഗ് പരിപാടീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി നമ്മള് അവിടെ ഒരു 15-18 ദിവസം ഞാൻ അതെ ഓൾമോസ്റ്റ് 1 month അവിടെ നിന്നായിരുന്നു. എനിക്കാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ AC-യുടെ തണുപ്പിന് പറ്റാത്തൊരാളാണ്. അവിടെ പോയിട്ട് ഒരു 2-3 കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ മെല്ലെ ഇങ്ങനെ കിളി പോകാൻ തുടങ്ങി. അതായത് ടൈമിന്റെ പരിപാടി. ഞാനാണ് ഇവിടെ ആണെങ്കിൽ ഏത് വലിയ സദസ്സിലാണെങ്കിലും 12 മണിയൊക്കെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങും. ഒരു 1 മണി അതിനൊക്കെ മേലെ കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഉച്ചക്ക് കുളിക്കാണ്ട് ചോറുന്ന പോലത്തെ ടെൻഷനാണ്. അങ്ങനത്തെ ഒക്കെ ഒരു ഞാനാണ് അവിടെ പോയിട്ട്. അവൻ ഇവിടെ എറണാകുളത്തല്ലാതെ വേറെ മാറി നിന്നിട്ടില്ല. ബാംഗ്ലൂരാണെങ്കിൽ തന്നെ ഞാൻ 2 ദിവസം 1 ദിവസമൊക്കെ നിന്നില്ല. ഇതൊക്കെ ആലോചിക്കണ്ടാണ് ഞാൻ ചാടി പുറപ്പെട്ടു. അപ്പൊ അതിന്റെ ഇതിലിപ്പോ ഈ കിളി പോയ സമയത്താണ് ഈ ഷൂട്ട് രാവിലെ ഏതാ പകലേതാന്ന് അറിയാത്തൊരു സമയം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഷൂട്ടിന്റെ സമയത്ത് നല്ല ഹെക്റ്റിക് ആയിരുന്നു. പക്ഷെ ആ ഒരു റേസും പറഞ്ഞ പോലെ നമുക്കൊരു പ്ലാൻ ചെയ്ത പരിപാടി വേണം. അപ്പം ഞാനും ആലോചിക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് തീർന്നാ മതി അങ്ങനത്തെ ഒരു തോട്ടൊക്കെ കയറി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് മൈൻഡിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ഇവിടെ പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയിലില്ലാത്ത അല്ലെങ്കിൽ പുതിയ ഒരു പരിപാടി എന്നായിട്ടല്ല, നമ്മളെ കൊണ്ട് ഇവിടുന്ന് പറ്റുന്ന ഏറ്റവും ടോപ്പ് നോച്ച് പരിപാടി കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളൊരു തോട്ടൊക്കെ ഇങ്ങനെ കയറും. അപ്പൊ ഒന്ന് മോട്ടിവേറ്റഡ് ആവും. അപ്പൊ പിന്നെ ബാക്ക് ടു പരിപാടിക്ക് പിടിക്കും. എന്താ പറയാ, ഷൂട്ടും പരിപാടിയും ഒന്നുകൂടെ നമുക്ക് എൻജോയ്മെന്റ് പരിപാടി അങ്ങനെയൊക്കെ മൈൻഡിൽ കയറും. പിന്നെ ഇതേപോലെ കിളി പോവും. അപ്പൊ തിരിച്ച് അപ്പൊ ഇതിന്റെ ഒരു ഫ്യൂവൽ എന്ന് പറയുമ്പോ ഇത് തന്നെയായിരുന്നു. നമ്മള് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസും കാര്യങ്ങളും അത് ഒരു എക്സ്പെക്ട് ചെയ്തിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളത് തന്നെ ആയിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ വേറെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ തണുപ്പും. എനിക്ക് തോന്നുന്നു ഈ ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുന്ന സീനുണ്ടല്ലോ, ഈ ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, ഞാനിവിടെ നിൽക്കുകയാണ്, മസ്താനി അവിടെ നിൽക്കുകയാണ്, ശരിക്കും മസ്താനെ കാണൂല. അതായത് അത്രയും ഫോഗ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഫോഗ്. അപ്പൊ ഞാൻ നടക്കൂലട്ടാ. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ചിലപ്പോ വേറൊരു മൂഡ് വിഷ്വൽ കിട്ടാൻ ചാൻസ്, ശരിക്കും ആ ഒരു വേറെ മൂഡ് വിഷ്വൽ കിട്ടിയത് കുറച്ചെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മള് ഈ ഓട്ടൊക്കെ എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ക്ലിയർ ആയി. പിന്നെ അപ്പൊ ആ വിഷ്വൽ കാണുന്ന പോലത്തെ ഒരു ക്ലാരിറ്റി വന്നു. പക്ഷെ മറ്റേത് ഭയങ്കര വേറെ തന്നെ രസമായിരുന്നു. നമ്മള് മുന്നിലുള്ളത് കാണാൻ പറ്റില്ല, അത്രയും ഒരു ഭയങ്കര യൂണിഫോമിലാണ് ഫോഗ് ഇടുന്നത്. മറ്റേത് ചിലയിടത്തൊരു കോഡ് ഇറങ്ങും, ഇവിടെ കുറച്ചുണ്ട്, അങ്ങനല്ല, പരത്തിട്ടേക്ക. 18 days അവിടെ നിന്നു, വീഡിയോസ് എടുത്തു, ഷൂട്ട് ചെയ്തു, അങ്ങനെ ഫൈനലി റിലീസ് ചെയ്തു. ഇപ്പൊ കുറെ കമന്റ്സ് ഒക്കെ ബേബിക്കും ബേബിജിനാണെങ്കിലും പേഴ്സണലി വന്നിട്ടുണ്ടാവില്ലേ, മെസ്സേജസ് ഒക്കെ ആണെങ്കിലും ഇതൊക്കെ കണ്ടിട്ടോ? പിന്നെ നല്ല മെസ്സേജ് വരും, ചീത്ത മെസ്സേജ് വരും. പിന്നെ അത് ഇപ്രാവശ്യം കൂടുതൽ നല്ല മെസ്സേജ് കിളി പോയ ആൾക്കാരുടെ. അതെ, പിന്നെ കുറെ പേര് ഞാൻ ഏറ്റവും കോമഡി ഏറ്റവും ചിരിച്ചത് എക്സ്പെക്ട് ചെയ്ത് അത്ര വന്നില്ല എന്നുള്ളതാണ് കമന്റ് വന്നത്. അപ്പൊ ഞാന് നമുക്ക് പിന്നെ കമന്റ് പോയി തിരിച്ചു പറയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചില്ല ഞാനിപ്പോ പറക്കണതാണോ നമ്മളെ കൊണ്ട്. പക്ഷെ നമുക്ക് അതിലും കുറെ നല്ല കമന്റ്സ് വരുമ്പോ തന്നെ എന്താ പറയാ, മാക്സിമം നമ്മൾ ഔട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ളതിന്റെ സാറ്റിസ്ഫാക്ഷൻ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഈ പേഴ്സണലി വരുന്ന റെസ്പോൺസ് ആണെങ്കിലും ഇതേപോലെ പരിപാടി വർക്കായിട്ടുണ്ട് എന്നുള്ളൊരു സാധനമാണ്. കാരണം എല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം കുറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പൊക്കി പിടിച്ചിട്ട് കരി പിടിച്ച തത്തമ്മയുടെ മേലെ കൊണ്ട് നോക്കി നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് വീഡിയോ സേഫ് ആയിട്ട് പോകുന്നത്. അത് ശരിക്കും നല്ല കാര്യമാണ്.
അത് ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുണ്ടാ ഇന്ന പോയിന്റിലായിരുന്നു ഞങ്ങളത് വിചാരിച്ചില്ല ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ അതെ, മാത്രമല്ല ട്രാക്ക് അത്രയും വൈറലായി പോയല്ലോ. അപ്പോ അതിൽ തന്നെ ആരപ്പോ ഒരു ഇത് ട്രാക്ക് ഇറക്കിയിട്ട് മറ്റേ ആ വീഡിയോ ഇറക്കണമെന്ന് കാണട്ടെ എന്നുള്ള മൂഡിൽ ഇരിക്കുന്ന ഒരു കുറെ പേരുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ചെറിയൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ തന്നെ ആൾക്കാരതിന് ഭയങ്കരമായിട്ട് ഇതാക്കി എടുക്കും. അപ്പൊ ആ രീതിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. സേഫ് സോണിലായിപ്പോ. അതെ, സേഫ് സോണിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഇതാണ് വന്നിട്ടുള്ളത്. ഈ കായ് സോങ് എടുക്കാൻ വേണ്ടിട്ടേ എത്ര കായ് നിങ്ങൾ പൊട്ടിച്ചു? എല്ലാം പുറത്ത് പറയാൻ പറ്റില്ല. പുറത്ത് പറയാൻ പറ്റാത്ത അത്ര കായ് പൊട്ടിച്ചെന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതായത് കമന്റ് കണ്ടതാണ്, ഒരു സിനിമേനെ മെൻഷൻ ചെയ്തിട്ട് 2 അങ്ങനത്തെ സിനിമകൾ എടുക്കാമായിരുന്നു എന്നൊക്കെയാണ് കമന്റ്സ്. ഞാൻ പറയില്ല. അപ്പൊ ഏകദേശം എത്ര രൂപ ചെലവഴിക്കണം ആൾക്കാർക്ക് അറിയണ്ടേ? അത് പുറത്ത് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു 5 year 5 കോടി 5 കോടിയില്ലെങ്കിൽ ആ വീഡിയോ നോക്കില്ല, ബിസിനസ് ഒക്കെ തുടങ്ങി സെറ്റ് ആവേ. അത്ര കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കോടികളൊന്നുമില്ല, കുറച്ച് ലക്ഷങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരുപാട് പേരുടെ വിയർപ്പും നമ്മൾ ഈ ട്രാക്കിൽ നിന്ന് വരുന്ന വരുമാനവും അതേപോലെ നമുക്ക് അവിടുത്തെ പുതിയൊരു സ്റ്റെപ്പായിട്ട് എടുക്കാന്നുള്ള രീതിയിൽ തന്നെ അങ്ങനത്തെ ഒരു ലൈക്ക് നമ്മളിപ്പോൾ അത് വേറെ ഇൻഡസ്ട്രിയിൽ നോക്കുന്ന സമയത്ത് അവർക്ക് ഇതുപോലത്തെ പ്രൊഡക്ഷൻ വാല്യൂസ് ഉണ്ട്. ലൈക്ക് അവർ നമ്മുടെ സോങ് ലൈക്ക് അവരുടെ കൾച്ചറിലുള്ള സോങ് ആണ് പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നത് ഇതുപോലത്തെ വിഷ്വൽസ് വെച്ചിട്ടാണ്. അപ്പം അതുപോലെ ഒരു സാധനം നമ്മൾ എവിടെയും കൂടി ചെയ്യാന്നുള്ളൊരു പ്ലാനിലും കൂടിയാണ് അത് ചെയ്തത്. ഇതിന്റെ ഒരു സ്റ്റോറി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അത് ആരുടെ ഐഡിയ ആയിരുന്നു? അതെ, ഞാൻ അന്നും ചോദിച്ചായിരുന്നു ഇതില് ഓരോ സാധനങ്ങളും എന്താ സെല്ലിങ് സോളോ, അയ്യോ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതൊക്കെ ഓരോ സാധനങ്ങളും ലൈക്ക് കോൺസ്പിറസി ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അതിൽ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടന്റ് വെച്ചിട്ട് ചെയ്യാന്നുള്ള, പിന്നെ സോങ്ങും അങ്ങനത്തെ റിലേറ്റഡ് ഒരു ഫോമിൽ. അപ്പൊ എൻ്റെ ഒരു ഐഡിയയിൽ ആ സോങ് ഇങ്ങനെ പ്ലേസ് ചെയ്താലും അത് വർക്കാവുന്നുള്ളൊരു ഇതിലാണ് ഇത് ചെയ്തത്. അതിലേക്ക് എങ്ങനെ വന്നേ? അതെ, ചിന്തിക്കുന്നത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള. നമ്മള് റേസ് ഇങ്ങനെ അന്ന് മീറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്റെ മൈൻഡിലുള്ള എന്താണെന്നുള്ളത് റേസ് കേട്ടു. അപ്പം എന്നിട്ട് റേസിന്റെ മൈൻഡിൽ എന്താണെന്നുള്ള റേസ് ഷെയർ ചെയ്ത്. അപ്പോ എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഞാൻ പറഞ്ഞ സ്റ്റോറിയിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു ഈ എഴുതുമ്പോ എന്റെ മൈൻഡിലുണ്ടായിരുന്ന ആ ഒരു ചതി, ആ ഒരു തത്തമ്മ പരിപാടി, അത് ഇങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പിന്നെ ഈ സൈനിങ്ങിന്റെ കാര്യം പിന്നെ അത് എന്റെ ഐഡിയയില് കൂടി ഇവന്റെ ഐഡിയയും കൂടി വന്ന് അത് ഒരു സ്റ്റോറി ആക്കിയിട്ട് ഓൾറെഡി ഈ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഇതും കൂടെ അങ്ങനെ കുറെ ബ്ലെൻഡ് ചെയ്തു. അപ്പൊ അതിന്റെ മേലെ വേറൊരു വിഷയം വന്നു, ബോംബ് പൊട്ടൽ, അങ്ങനെ കുറെ ഇതൊക്കെ ആയിട്ട് പിന്നെ മേജർ പരിപാടി ഇതേപോലെ റേസിന്റെ ഐഡിയ ആണ്. അതിന്റെ ഡീറ്റെയിലിങ്ങും പിന്നെ അതിന്റെ ഗ്ലാമർ സൈഡൊക്കെ റേസിന്റെ ഐഡിയ ആണ്. പിന്നെ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അതേപോലെ ഒരു പുതിയ സീക്വൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇതിന്റെ ജെറ്റ് പരിപാടി. അത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ഇതെങ്ങനെ പുൾ ഓഫ് ചെയ്യുന്നുള്ളത് ഉണ്ടല്ലോ. ലൈക്ക് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു സിനാരിയോയിലുള്ള ഒരു പ്രൊഡക്ഷൻ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കുറെ പറഞ്ഞ കാര്യത്തിൽ പെട്ട ഒരു കാര്യമാണ് ഈ ജെറ്റ് അങ്ങനത്തെ. അത് അൺഎക്സ്പെക്ടഡ് ആയി വന്ന് വീണ ഒരു പരിപാടി. ഞാൻ ചോദിക്കട്ടെ, അതായത് ഇതിൽ ഇങ്ങനെ ഏരിയ 51 ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ്ങില്, അതൊക്കെ എന്താ? അതൊക്കെ ആരുടെ? അതാ ഞാൻ പറഞ്ഞത്, ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതായത് 3 minutes 6 seconds മിററിൽ കൂടെ ജസ്റ്റ് ഒരു വേറൊരു ബേബിജിനെ കാണുന്നുണ്ട്. അത് സത്യത്തിൽ ആരാ വരച്ചെന്നുള്ളൊരു കൺഫ്യൂഷൻ വരില്ലേ? കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ അത് ക്രാക്ക് ചെയ്യുന്നതാണ് ബേസിക്കലി. ലൈക്ക് ഒരു സ്റ്റോറി ഉണ്ട്, ആൾക്കാർക്ക് അറ്റ് ദ എൻഡ് വീഡിയോയുടെ എൻഡിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണ്ടേ, കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ പേടി,
സങ്കടം, അങ്ങനത്തെ ഒരു അതുപോലെയുള്ള ഒരു ഇമോഷൻ, കൺഫ്യൂഷൻ എന്നുള്ളൊരു ഇമോഷൻ അതിൽ എടുത്തു. എന്തോ ഇട്ടെടുത്തിട്ട് മറ്റാള് മാസ്കും മറ്റേ ഇല്ല, സ്റ്റോറി ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്, ബട്ട് സ്റ്റിൽ ലൈക്ക് അത് ഓഡിയൻസിന് അവർക്ക് പെർസ്പെക്റ്റീവ് കിട്ടുമ്പോൾ അതൊരു രസമാണല്ലോ, നമ്മുടേതായ രീതിയിൽ എടുത്തോന്നൊക്കെ. അതെ. പക്ഷെ ഒരു ബേസിക് ഒരു സോളിഡ് ആയിട്ടുള്ളൊരു ലൈന് നമ്മൾ അതിൽ കാണിക്കുന്നുണ്ട്. അതിന് പുറമെ ഇങ്ങനെയൊക്കെ പല POVയിലും എടുക്കാന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് കൺഫ്യൂഷൻ ആക്കാന്നുള്ള ഒരു മൂഡിലല്ല. അതിന്റെ ഇപ്പൊ ഈ ഒരു സോളിഡ് ലൈന് പോകുന്നുണ്ട്, അതിന്റെ ഇടയിൽ ഇതേപോലെ പലർക്കും പല ഇതായിരിക്കും തോന്നുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അവിടെ ഒരു പറയാനൊരു ലൈൻ ഉണ്ട്. അങ്ങനെ ഫൈനലി എല്ലാവരും പ്രതീക്ഷിച്ച പോലെ കായി സോങ്ങിന്റെ വീഡിയോ റിലീസായി. ഇനി എന്തിന്റെ വീഡിയോസ് ആണ്? ഇനി എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിപ്പം ഇത്രയും ക്വാളിറ്റിയിൽ ഇത് ഇറക്കിയത് കൊണ്ട് നെക്സ്റ്റും ആൾക്കാർ ഇതേപോലെ തന്നെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു എക്സ്പെക്ടേഷൻ പേടിയുണ്ട്, അല്ലെങ്കിൽ അതൊരു ചലഞ്ച് ആയിട്ടാണ് എടുക്കുന്നത്? ചലഞ്ചാണ്, പേടിയായില്ല. ഏട്ടറായല്ലോ അല്ല, പേടിയല്ല അത്. നമുക്ക് നമ്മൾ തന്നെ സെൽഫായിട്ടൊരു ചലഞ്ചാണത്. നമുക്ക് ലാസ്റ്റ് ചെയ്തതിനേക്കാളും ബെസ്റ്റ് കൊണ്ടുപോയി വെക്കാൻ പറ്റണം. അതേപോലെ ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും ഓക്കെ ഇവ ലാസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഇവൻ ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓഫർ ഇവന് വെക്കാൻ പറ്റണം, അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റണം. അതാ പറഞ്ഞത്, കായ് നമുക്കൊരു നല്ലൊരു ഹെൽത്തി ഇൻവെസ്റ്റ്മെന്റ് കൂടെയാണ് ഈ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ ആൾക്കാർ വിചാരിച്ചാലും ഇങ്ങനത്തെ വീഡിയോ എടുക്കാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് എന്താ പറയുക, നമ്മളൊരു ആർട്ട് കൊണ്ടും പലതും ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഒരു ഇത് വെക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പേടിനേക്കാളും കൂടുതൽ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷനും അല്ലെങ്കിൽ ഒരു ഇതാണ് അടുത്ത പരിപാടി ബെറ്റർ ആക്കി ചെയ്യാൻ. അപ്പോൾ അടുത്ത പരിപാടി ഇതിലും ഗംഭീരമായിട്ട് പ്ലാനിങ്ങിലുണ്ടോ? അടുത്ത പരിപാടി മ്യൂസിക് എപ്പോഴും കയ്യിലുണ്ടല്ലോ, ഒരു പെട്ടിയിലിരിക്കുന്നുണ്ട്. അപ്പം അത് റൈസിന്റെ മൈൻഡിൽ ഇതേപോലെ വേറെ വീഡിയോസ് നമ്മൾ രണ്ടാളും എപ്പോഴും വീഡിയോ ചെയ്യാന്നുള്ളതല്ല, ഇതേപോലെ തന്നെ റൈസിന് കുറെ പ്ലാൻസ് ഉണ്ട്. എന്റെ മൈൻഡിൽ ഇങ്ങനെ പ്ലാനിങ്ങായി വരുന്നു, പയ്യെ അത് ഇങ്ങനെ ആയി വരണമല്ലോ. ഇപ്പൊ ഈ മുടക്കിയ കായൊക്കെ തിരിച്ചു കിട്ടിയോ? അത് പറ. ഇതിപ്പോ എന്താ മറ്റേ ലോട്ടറി സമയം എടുക്കും കുറച്ച്. ഇത് പിന്നെ അത് തിരിച്ചു കിട്ടുക എന്നുള്ളതിനേക്കാളും മേലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ്. ഇൻവെസ്റ്റ്മെന്റ് കയ്യല്ലേ റിട്ടേൺ വരുള്ളൂ. അത് പല രീതിയിലായിരിക്കും വരിക. റൈസിന് പുതിയ വർക്ക്സ് ആയിട്ട് വരും, എനിക്ക് പുതിയ ഇതേപോലെ വർക്ക്സ് ആയിട്ട് വരും. അതൊക്കെ മാറ്ററാണ്. നമ്മുടെ ടീമിനുള്ള ലൈക്ക് MHB പ്രൊഡക്ഷനുള്ള പുതിയ വർക്ക്സ് ആയിട്ട് വരും, പലതും. അപ്പൊ ഈ ഒരു ക്വാളിറ്റി വെച്ചിട്ട് ഫിലിംസ് ഒക്കെ നോക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉണ്ടോ? അൾട്ടിമേറ്റ്ലി ഫിലിമാണ്, ബട്ട് ഇറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഞാൻ നോക്കട്ടെ. പല ഇപ്പം നമ്മുടെ ജിംഖാനയുടെ ഇന്റർവ്യൂസിലാണെങ്കിലും ഇതിന് മുന്നുള്ള ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടാ പാട്ടൊന്നും പാടാത്തെ? പാട്ട് ഇപ്പൊ പാടി തുടങ്ങി വയ്യത് പറഞ്ഞിട്ട്. പാട്ട് പാടാ, 2 പാട്ടോട്ട് പാടിയെടുത്ത പോലെ കൂടായി. അല്ലെങ്കിൽ അത് ഞാനിത് പാടുന്നില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാലേക്ക് ഇതിന്റെ ഞാൻ പറഞ്ഞില്ല മറ്റേ അതിന്റെ ഒരു റാപ്പ് ട്രാക്കോ അതല്ലേ ഫ്രീ സ്റ്റൈൽ ചെയ്യാം. ഫ്രീ സ്റ്റൈല് ഭയങ്കര രസമാണ്. പക്ഷെ ഞാൻ ഫ്രീ സ്റ്റൈൽ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ഓൾറെഡി ചെയ്ത് വെച്ച ട്രാക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോൺസേർട്ടിലൊക്കെ പോയിട്ട് അത്രയേറെ എനർജിയൊക്കെ യൂസ് ചെയ്തിട്ട് ഈ പാടുന്ന പാട്ട് നമ്മളൊരു നോർമൽ ലാഘവത്തിൽ പാടുമ്പോൾ അതിൻ്റെ ഒരു രസമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണൊക്കെ അല്ലത്. ഓക്കെ, 2 ദുനിയാവിലാരാട്ടാണ് അല്ലെങ്കിൽ 2 ട്രാക്ക് പാടാം, ഇപ്പൊ കുഴപ്പമില്ലാതെ ഡൈലുള്ള കൂടെ നമ്മളിങ്ങനെ പഠിക്കാണല്ലോ. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിലെത്തി. കൊറേ മാറ്റം കേട്ടോ. നമ്മള് കൊറേ നാൾക്ക് ശേഷം ഒരാളോട് സംസാരിക്കുമ്പോ കൊറേ മാറ്റങ്ങൾ ഫീൽ ചെയ്യില്ലേ? എന്നാ പിന്നെ 2 പേര് ലാസ്റ്റ് പാടാം. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, ലാസ്റ്റ് പാടും എന്നാണ് പറയുന്നത്. ഇപ്പൊ ആക്ടർ ലൈഫ് എങ്ങനെയുണ്ട്? ആക്ടർ ലൈഫ് കുറച്ചുകൂടെ സുഖം. ആണോ? 3 നേരം ഭക്ഷണം, നാട് വിട്ടു പോണ്ട. നമ്മുടെ കേരളത്തില് നല്ല ചൂടും നല്ല വെളിച്ചമൊക്കെ ആയിട്ട് നല്ല രീതിയാണ്. എന്താ പറയാ, നമുക്ക് ബ്രെയിൻ അത്ര യൂസ് ചെയ്യണ്ട. ഇതിന്റെ ഡെവലപ്മെന്റ്സ് ഒന്നും നമ്മുടെ തലയിൽ കൂടെ അല്ലല്ലോ പോകുന്നത്. ഇപ്പൊ ഈവൻ ക്യാരക്ടർ ആണെങ്കിലും മേജർ കോസ്റ്റ്യൂം സൈഡ് ആണെങ്കിലും ഒക്കെ ഇതിന് നമുക്ക് നമ്മുടെ ഫിസിക്കും നമ്മുടെ കണ്ണും എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് പിടിച്ചാൽ മതി. കമ്പാരിറ്റീവ്ലി ഒരു ട്രാക്ക് ഉണ്ടാക്കി എടുക്കുക, അതൊരു പ്രൊജക്റ്റ് ആക്കി കൊണ്ടുവരിക, അതിന് നമ്മൾ എന്താ പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെ കൂടിയിട്ടൊരു ഒറ്റ തലയിൽ കൂടെ പോകുന്നതിന്റെ അത്ര ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല അത് കാരവാനിൽ നിന്ന് ഫ്രെയിമിൽ പോയി നിൽക്കാനായിട്ട്. പക്ഷെ ഈ നൈറ്റ് ഷൂട്ട് പരിപാടി അങ്ങനെ കുറെ തലവേദനകളൊക്കെ ഉണ്ട്.
ഈ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഉറക്കം അവിടെ പ്രശ്നമാണ്. ഞാൻ കണ്ടു ജിംഖാനയുടെ ലൊക്കേഷനിലാന്ന് തോന്നുന്നു. ആണോ? ഏതൊരു ലൊക്കേഷനിൽ കിടന്നുറങ്ങാണോ? കിടന്ന് ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ അത് തലക്കണത്തിന്റെ തലക്കിടത്തിന്റെ ഉറക്കമാണ് മെയിൻ അല്ലേ? ഉറക്കം മെയിനല്ല, അതൊക്കെ ഈ ഷൂട്ടിന്റെ അതൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്കൊക്കെയാണത്. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നട്ടുച്ചക്ക് ഒരാൾ കാണുന്നുണ്ടാവറിയില്ലേ? ആ, പക്ഷെ അത് ഷൂട്ട് നമ്മളിപ്പോ യൂഷ്വലി എല്ലാ ഷൂട്ടും ഏർലി മോർണിംഗ് തുടങ്ങുമല്ലോ, ഡേ ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊരു 6 മണിക്ക് ഒക്കെ എടുത്ത് ഇതാണ്. 6 മണിക്ക് ആരാ അങ്ങനെ കസാരയിൽ നിന്ന് ഉറങ്ങാത്ത? അത് രാത്രി എടുക്കണത് ഒരു 12 മണി 12 മണി കഴിഞ്ഞിട്ടുണ്ട്. കാരണം തലേ ദിവസം ഷൂട്ട് ഉണ്ട്. വീഡിയോ കാണുമ്പോ ഓക്കെ, വളരെ രസം. എന്താ ജിംഖാന കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാരക്ടർ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി മേളിലായിരുന്നു. ഞാൻ വിചാരിച്ചു ചിലപ്പോ ഇടിക്കുമായിരിക്കും, റിങ്ങിൽ കയറുമായിരിക്കും. അവിടെയാണ് റഹ്മാൻ കട ബ്രില്യൻസ്, അവിടെയാണ് ഡയറക്ടർ ബ്രില്യൻസ്. എങ്ങനെയുണ്ടായിരുന്നു ജിംഖാനെ? ജിംഖാനെ എനിക്ക് തോന്നുന്നു അതേപോലത്തെ ഒരു പരിപാടി കിട്ടണമെങ്കിൽ ഇനി ആ ടീമിനായിട്ട് തന്നെ ചെയ്യണം, അതേ കാസ്റ്റ് വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ വലിയ കിട്ടില്ലായിരുന്നു. മറ്റേ എന്താ പറയുക, ഒരു നമുക്ക് എല്ലാതും ഓപ്പണായിട്ട് ചിന്തിക്കാണ്ട് പറയാൻ പറ്റുന്ന ഒരു ക്രൂ ആയിരുന്നു നമുക്ക്. അതിൻ്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. അതാ തോന്നുന്നത് ഇഷ്ടപ്പെട്ട് സിനിമ പരിപാടി. പക്ഷെ നമ്മളെല്ലാ സെറ്റിലും അങ്ങനെ ഉണ്ടായിക്കോളന്നില്ല. ഇത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരുന്നു. എല്ലാവരും ഉണ്ടാവും കേരളയിൽ എല്ലാ ദിവസവും. ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാലും അതിന്റെ ഇപ്പുറത്തൊക്കെ ആയിട്ട്. കാരണം നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാലോ, ഇതൊരു മറ്റേ താറാകൂട്ടം പോലെ എപ്പോഴും ഫ്രെയിം വെക്കുമ്പോൾ എല്ലാവരും ഉണ്ട്. ഒറ്റയ്ക്കൊക്കെ കാണിക്കുന്നത് വളരെ ചുരുക്കമായിട്ടല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എവിടെ ഫ്രെയിം വെക്കുമ്പോൾ നമ്മൾ പോയി നിൽക്കണം, വിളിച്ചോണ്ടാവും. ഇവിടുന്ന് ഒരുപാടാ എല്ലാവരുടെയും 1, 2, 3 മിനിറ്റ് കേരളത്തിൽ വിളിച്ചോണ്ടാവും. ഇതേപോലെ നമ്മള് രാവിലെയൊക്കെ ഷൂട്ട് കഴിയുമ്പോൾ നേരെ രാവിലെയൊക്കെ ചായക്കട വിടും. എല്ലാവരും കൂടെ പോയി ചായ കുടിക്കും. ആലപ്പുഴ ഷൂട്ടുള്ള സമയത്ത് ഫുഡ് എക്സ്പ്ലോറിംഗ് ആയിരുന്നു മെയിൻ. ഷൂട്ട് കഴിയാ ഫുഡ് കഴിക്കുക, ഉച്ചക്ക് ഇതേപോലെ ഏതെങ്കിലും ഹോട്ടലിൽ തപ്പ, അവിടെ പോവാ, ഫുഡ് അടിക്കുക. ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ പരിപാടി. ഇടയിൽ കുറച്ച് അഭിനയം. അയ്യോ, അതൊക്കെ ഇവിടുന്ന് എനിക്ക് കാനഡയിൽ പോയിട്ടാണ് അതിന്റെ പ്രത്യാഘാതം എനിക്ക് കിട്ടുന്നത്. എനിക്കിതില് ഭയങ്കര പെയിൻ ആയിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഷൂട്ട് ഓൾമോസ്റ്റ് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ചുമ വന്നിരുന്നേ. എന്നിട്ട് അവിടെ പോയിട്ട് ഭയങ്കര പെയിൻ. ഞാൻ ഗ്യാസിന്റെ പ്രശ്നം, മറ്റേ കഞ്ചഷനൊക്കെ വരുമല്ലോ യാത്ര ചെയ്തല്ലേ, ഗ്യാസിന്റെ ഗുളിക, ആവി പിടിക്കല്, പിന്നെ ഇതിൽ കൂടെ കിട്ടുന്ന ബെൽറ്റ് ഉണ്ട്. ഈ ബെൽറ്റ് ഞാൻ അഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ബെൽറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കുക. രാത്രി കിടന്നുറങ്ങുമ്പോൾ പ്ലഗ് ഇലക്ട്രിക്കിന്റെ കേട്ടാ, അത് കുത്തി സ്വിച്ച് ഇട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക. കാരണം അത്രയും ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതില് ഗ്യാസിന്റെ പ്രശ്നമാണോ എന്താന്ന് അറിയാണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ തണുപ്പത്തും ഇതിലൊക്കെ പോയിട്ട് ഇതാക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് 2 മാസം കഴിഞ്ഞിട്ടാണ് അറിയണത് ഹെയർ ലൈൻ ഫ്രാക്ചർ ആയിരുന്നു. അപ്പൊ അത് സെൽഫ് ഹീലായി. അപ്പൊ അതിന്റെ സ്കാർ വന്ന് അത് ഉണങ്ങി. അപ്പം അപ്പോഴും പെയിൻ വിട്ടിട്ടില്ല, സ്കാർ വന്നുകൊണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ചവിട്ടില് ഇതായി. പിന്നെ എന്നെ മറിച്ചിരുന്നൊരു സീനുണ്ട്, അത് ആലപ്പുഴന്നാ. അപ്പോഴൊന്നും അറിഞ്ഞിട്ടില്ല ഈ ക്ലൈമറ്റും പരിപാടിയും. അത് അവിടെ പോയിട്ട് ഇതൊന്ന് മസിൽസ് ഒക്കെ ഒന്ന് തന്നെ ജിമ്മിൽ പോയി വന്നില്ലേ, 2 ദിവസം ജിമ്മിൽ പോയി. അപ്പൊ അതില്ലല്ലോ, ഗ്യാസിന്റെ പ്രശ്നമാണല്ലോ. അപ്പൊ അത് അറിഞ്ഞിട്ടില്ലല്ലോ ഹെയർ ലൈൻ ഫ്രാക്ചർ ആണെന്നുള്ളത്. എന്നിട്ട് MRI എടുത്തപ്പോഴാണ് മനസ്സിലായത്. കുറെ മുന്നേ ഹെയർ ലൈൻ ആയിട്ട് വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ് സെൽഫായിട്ട് എന്നുള്ള കാര്യം. പിന്നെ റെസ്റ്റ് ഒക്കെ എടുത്ത് സെറ്റായി. പക്ഷെ ഒരു അൺഫോർഗറ്റബിൾ മെമ്മറി ആയിട്ട് ഇതുപോലെ അതിനുശേഷം ഇപ്പൊ പുതിയ മൂവി കമ്മിറ്റ് ചെയ്തു. ഷൂട്ട് നടന്നു. ഇതില് ഗാങ്സ്റ്റർ ആണ് ഞാൻ. അതായത് ഭയങ്കര സീരിയസ് കഥാപാത്രമായിട്ടല്ല, എന്ന സീരിയസ് ആണ്. അങ്ങനെ ഒരു പരിപാടിയില് ഇൻട്രസ്റ്റിംഗ് ആണ് ആളുടെ ഒരു ക്യാരക്ടർ. അപ്പൊ അത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഇനി 1 ദിവസം 2 ദിവസം കൂടെ ഉള്ളൂ. ഇപ്പൊ പൊതുവെ സ്റ്റേജിൽ ഇപ്പൊ വേടന്റെ റാപ്പ് സോങ്സ് ആണെങ്കിലൊക്കെ കുറച്ച് ഭയങ്കര വേറൊരു ജോണർ അല്ലേ? അതായത് ഇപ്പം അത് കേൾക്കുമ്പോ വിചാരിക്കും ലൈക്ക് സോറി വേടനല്ല ബേബി ജി, വേടൻ ബേബി ജീന്റെ സോങ്സ് ഒക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ബേബി ജീൻ ഭയങ്കര കുറച്ച് എന്താ റഫ് ആൻഡ് ടഫ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ഈ ഇതുപോലെ ഇപ്പൊ ജിംഖാനയിലെ ഡയലോഗ്സ് ആണെങ്കിലും ഡയലോഗ് മോഡുലേഷൻ
ആ ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര ഫണ്ണായിട്ടും വേറൊരു ബേബി ജീനെ അതിൽ കാണാൻ പറ്റി. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു അത് കണ്ട സമയത്ത്. ഞാൻ പറഞ്ഞു വേണം ഞാൻ ഇന്റർവ്യൂ എടുത്ത പുള്ളി ഇതെന്തിങ്ങനെ ഇത്ര കോമഡി വരാൻ വഴിയില്ലല്ലോ. അങ്ങനെയാണ് ആ ഒരു കമന്റ്സ് ഒക്കെ കുറെ കിട്ടിക്കാണില്ലേ. എക്സ്പെക്ട് ചെയ്യാത്തൊരു ബേബി ജീൻ മിക്സ്ഡ് ആയിരുന്നു. ചിലര് എടാ ഞാൻ ഈ വലിയ എഫേർട്ട് ഇടുകാണ്ട് എന്റെ തന്നെ ഒരു മൂഡ് അവിടെ പിടിച്ചിട്ടുണ്ട്, ഇത് വേറൊരാള് എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ടൈപ്പ് ഓഫ് ഇത് കിട്ടി. പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് അവനെ അടിക്കുകയാണെന്നുണ്ടെങ്കില് ആരുണ്ടായി ഇവൻ എന്നുള്ളൊരു മൂഡ് ആൾക്കാരുടെ മൈൻഡിൽ കയറും. ഓക്കെ ഇത് നമ്മുടെ കോമഡി പീസ് എന്നുള്ള സാധനം ഫസ്റ്റ് ടൈമേ ആൾക്കാരുടെ മൈൻഡിൽ കയറുന്നുണ്ട്. അവിടെയാണ് എനിക്ക് ആൾക്കാർക്ക് ഒന്നും കൂടെ ഇഷ്ടമാവുന്നത്. മിക്സ്ഡ് ഒപ്പീനിയൻ ആണ് വരിക. ചിലർ എൻ്റെ ക്യാരക്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ ചിലർ ഭയങ്കര വേറെ തന്നെ ഒരു മൂഡായിട്ടുണ്ടെന്ന് പറയും. എല്ലാം നല്ലതാണ് കിട്ടുന്നത്. നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഫസ്റ്റിൽ തന്നെ ഓ ബേബി ചെയ്യുന്ന പറയുമ്പോ തന്നെ ഡയലോഗ് കഴിയുമ്പോ തന്നെ കോമഡി ക്യാരക്ടർ ആണല്ലോ അങ്ങനെ ആയിപ്പോയി. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ഫാൻസ് ഉള്ള ആൾക്കാരായിരുന്നില്ല ആ സിനിമയിലും. നസ്ലിനാണെങ്കിലും ഗണപതി ആണെങ്കിലും നിങ്ങൾ എല്ലാ ആൾക്കാരും ചെറുത് വലുത് എനിക്കൊന്ന് ചെറുതിന്റെ ഒക്കെ ഡയലോഗിന് കയ്യടി കിട്ടിയത് ക്യാരക്ടറാക്കി വെച്ചിട്ടുണ്ടായില്ല. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായി ഗണപതിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ദീപക്കേട്ടൻ പിന്നെ സെറ്റല്ലേ, എല്ലാരും നല്ല പച്ചയായിട്ടുള്ള മനുഷ്യന്മാരായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ എന്നൊക്കെ വേണ്ടിട്ട് സെപ്പറേറ്റ് മാറിയിരിക്കുക അങ്ങനത്തെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ 2-3 പേര് ആരോ വന്നാരോ ആരില്ല, ആരും വന്നിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാരും ഇതായിരുന്നു. ആ പിന്നെ നിങ്ങളിങ്ങനെ ഇപ്പം ഷൂട്ടിങ്ങിന്റെ ടൈമിലെ ഇപ്പം കാനഡയിലാണെങ്കിലും തണുപ്പത്താണെങ്കിലും ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ബ്രേക്കിംഗ് ടൈമിലൊക്കെ എങ്ങനെ ബേബിജീനോട് പാടാൻ പറയാ അങ്ങനെയൊക്കെ ഉള്ള പരിപാടിക്ക് ചെയ്യാറുണ്ടോ? പാട്ട് കേൾക്കുന്നുണ്ടല്ലോ, നമുക്ക് കേൾക്കാൻ വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഒഴിവ് വേളകൾ നിങ്ങൾ എങ്ങനെയാണ് ആനന്ദകരമാക്കുന്നത്? അങ്ങനെ ഒഴിവേളകൾ സാധാരണ കിട്ടാറില്ല. ഒഴിവേളകൾ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഞങ്ങള് മീൻ പിടിക്കാനൊക്കെ പോവാന്നൊക്കെ പ്ലാൻ ഇടുന്നു, നടക്കാതിരിക്കുന്നു. മീൻ പിടിക്കാനൊക്കെ പോവാന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേ അവിടെ കിട്ടുന്ന സാൽമനെ ചൂടായിട്ട് പിടിക്കാന്നുള്ള ഒരു മൂഡിലൊക്കെ. പക്ഷെ അതങ്ങോട്ട് സംഭവിച്ചില്ല. TV കാണും, ചോറുണ്ടാക്കും. ഞങ്ങളവിടെ ഓണം അവിടെ ആയിരുന്നു, കേരളയിലായിരുന്നു ഓണം. ഞങ്ങള് ചോറുണ്ടാക്കാൻ തുടങ്ങുന്നത്, പച്ചക്കറി അരിഞ്ഞു തുടങ്ങുന്നത് 2 മണിക്കാണ് ഉച്ചക്ക്. എന്നിട്ട് സദ്യ റെഡി ഉണ്ടുന്നത് രാത്രി 7 മണി. അത് രസമായിരുന്നു. ഇപ്പൊ റീസെന്റ് കുറെ ഇൻസിഡൻസ് നടക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മള് വേടന്റെ, ഞാൻ ബൈ മിസ്റ്റേക്ക് മെൻഷൻ ചെയ്ത പേരാണെങ്കിലും ഇപ്പം അറസ്റ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സോഷ്യൽ മീഡിയ അല്ല, ഒരു ജനത മൊത്തം ഒരു ഇൻസിഡന്റ് വരുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. പക്ഷെ ആ ടൈമിൽ ഇപ്പം ബേബിജീനാണെങ്കിലും ബാക്കിയുള്ള ഇതുപോലെ റാപ്പ് സോങ്സ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും മെസ്സേജസോ അത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വരാറുണ്ടായിരുന്നു? പിന്നെ ട്രോള് വരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഡയറക്റ്റ് കൂടിയിട്ട് മറ്റേ കിളിച്ചുള്ള പമ്പത്തിൽ വേഗം വാരി കെട്ടിക്കോളാറിഞ്ഞോളില്ലേ ആ സാധനം. അത് നമ്മളും അതിന് ആ ഒരു മൂഡിലാണ്. അതായത് ഇവനെ അവിടെ കിടന്നിട്ട് ഒറ്റക്ക് പെടാപ്പാട് എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷെ അതിപ്പോ നമ്മളാണെങ്കിലും നമ്മളതിൻ്റെ ഉള്ളിലാണെങ്കിലും ഒരു ഉള്ള സീന് നമ്മൾ തന്നെ കോമഡി ആക്കാൻ നോക്കും. കാരണം സംഭവിച്ച കാര്യം അതിന്റെ പിന്നാലെ ടെൻഷൻ അടിച്ച് കരയാന്നുള്ളതിന്റെ മേലെ അല്ല ചെയ്യാതിരിക്കാന്നുള്ള മേലെ നമ്മളിപ്പോ ഈ ടോളൊക്കെ കാണുമ്പോൾ എനിക്ക് തേച്ചതിന്റെ ഡാൻസ് ചെയ്യാം. ഞാനും TV-യിൽ ഇവിടെ അവനാകെ പ്രശ്നമായിട്ട് നിൽക്കണ്. നമ്മളിത് ഇറങ്ങി ഓടുന്ന സീൻ ഇതിൽ ശരിക്കും അതേപോലെ നമുക്കിത് മൊത്തത്തിൽ പത്രക്കാർക്കായിരുന്നല്ലോ ദോര നമ്മളെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചിലവർ നമ്മൾ വേണ്ടപ്പെട്ട് വേടാ ഒന്നാന്ന് 2 ദിവസം മാറി നേക്ക് എന്നുള്ള മൂഡ്. കാരണം അതൊക്കെ ഒരു ബെൽറ്റാണല്ലോ. അങ്ങനെ കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിരുന്നു. അല്ലാതെ വേറെ അങ്ങനെ കാര്യമായിട്ട് വീട്ടിലൊക്കെ വരാറുണ്ടോ? ലൊക്കേഷനൊക്കെ അറിയുന്ന ആൾക്കാര് വീട്ടിൽ വരാന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യാൻ വേണ്ടിട്ട്? ഇല്ല, ഞാൻ വീട്ടിൽ പോകുമ്പോ നാട്ടിലത്തെ പിള്ളേരൊക്കെ വന്ന് നോക്കും. അത് പിള്ളേര് രസം കൊണ്ട് വന്ന് ഇവിടുത്തെ ഒരു നോട്ടം നാട്ടിലില്ല. ഇവിടെയാണ് പ്രശ്നമുള്ളൂ. മറ്റേതാണെങ്കിൽ നമ്മള് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ പോലീസ് പിടിച്ചാലും ആ പിടിച്ച് 2 തല്ല് കിട്ടിയാലും ഇനിയിപ്പോ അതില് പ്രശ്നമൊന്നുമില്ല, പ്രശ്നക്കാരനാണ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ പത്രത്തിൽ വരുള്ളൂ. ഇത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ മുതല് അവിടെ എത്തണ വരെ ഈ
പത്രത്തിൽ പൊക്കി എന്നുള്ള സാധനം ന്യൂസാണ് കൊടുക്കുന്നത്. അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രതിയാണ് തെളിഞ്ഞാൽ മാത്രം അത് ന്യൂസിൽ വരിക എന്നുള്ളതാണ്. പക്ഷെ ഇത് കാണാൻ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ ഇപ്പൊ ആൾക്കാരുടെ ആ ഒരു മെന്റാലിറ്റി കുറെ മാറിയിട്ടുണ്ട്. ആൾക്കാര് പിന്നെ മാറിയിട്ടുണ്ട്, അതിന് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം അതിന്റെ എക്സാമ്പിൾ ലാസ്റ്റ് ട്രിവാൻഡ്രത്ത് നടന്ന വേടന്റെ ഷോക്ക് ഇത്രയും ആൾക്കാര് വന്നതും ആൾക്കാരെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാരെ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉൾപ്പെടുന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഷോക്ക് എന്തോ മറ്റേ ഇതിന്റെ കുറെ ചളിവാരി എറിഞ്ഞ് ഈ പ്രൊഡക്ഷന്റെ ലൈറ്റുമക്കും ഇതിമക്കും പരിപാടി, അതൊരാൾ മരണപ്പെട്ടിട്ടാണ് പെർഫോം ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ആൾക്കാർ ഭയങ്കര ഫാസ്റ്റാണ് റെസ്പോൺസ് ചെയ്യാനും അംഗീകരിക്കാനും പിടിച്ച് താഴത്തേക്ക് ഇടാനും എല്ലാത്തിനും ആൾക്കാർ ഭയങ്കര ഫാസ്റ്റാണ്. എസ്പെഷ്യലി ഫോൺ കയ്യിലുള്ളപ്പോൾ അവർക്ക് ഡിസിഷൻ എടുക്കാൻ ഒരു കമന്റ് ഇട്ടാൽ മതി, ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ അടങ്ങുന്ന ഈ സമൂഹം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചുകൂടി ഒരു പ്രൈവസി പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയോ? മുന്നത്തെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു അതിനേക്കാൾ എന്തെങ്കിലും പ്രൈവസി? അത് ഉണ്ട് നമുക്കിപ്പോ. അതിപ്പോ എന്തായാലും ഇതിലൊരു പാർട്ടാണല്ലോ. നമ്മളൊരു പരിപാടികൾക്ക് ഇങ്ങനെ ഒരു ഫേസ് വെച്ചിട്ടാണല്ലോ പണിയെടുക്കുന്നത്. അപ്പോൾ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഒതുക്കവും മേനയൊക്കെ വരുത്തേണ്ട. ഒരു ട്രൗസർ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഒറ്റ മുണ്ടെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങളുണ്ടാവല്ലോ, നമ്മൾ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഉറക്കെ തുമ്മ അല്ലെങ്കിൽ പുറഞ്ഞൊറിയ, അങ്ങനത്തെ അതൊക്കെ മിസ് ചെയ്യണല്ലോ. നമ്മളായിട്ടിരിക്കുന്ന കുറച്ച് ജെന്യുവൻ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് മിസ് ചെയ്യും. അതൊക്കെ ഉണ്ട്. ഇപ്പൊ വീട്ടില് കല്യാണത്തിന് പോവാണെങ്കിൽ അവര് ആദ്യം ചോദിക്കണത് ഫോട്ടോ എടുക്കട്ടെ എന്നാണ്. നമ്മുടെ മൂത്തമ്മയും കുഞ്ഞിമ്മൊക്കെ ചോദിക്കണത് എടാ കുട്ടികളൊക്കെ വന്നിട്ടാ എന്റെ കൂടെ ഫോട്ടോ എടുക്കാം, ഒന്നും എടുക്കണം എന്നിട്ട് ഈ സാധനമാണ്. നമ്മളോട് ആദ്യം മറ്റേ കവളിലൊക്കെ പിടിച്ചിട്ട് എവിടെ ഇത് സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പൊ ചെയ്യണത്. എന്റെ വല്യമ്മ മരിച്ചിട്ട് മറ്റേ വല്യമ്മയുടെ ഫ്രണ്ടല്ല മൂത്തമ്മ പേരക്കുട്ടികളായിട്ട് വന്ന് ഞാൻ എന്തായാലും വരുന്ന ഉറപ്പാണല്ലോ വല്യമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനത്തെ കുറെ അക്കങ്ങളൊക്കെ കിട്ടും. ഇതിപ്പോ ഞാൻ ചിരിക്കണോ വിഷമിക്കാറൊന്നുമില്ല. വല്യമ്മ വയസ്സായിട്ട് ഹാപ്പി ആയിട്ട് മരിച്ച്. എന്നാലും ആ സിറ്റുവേഷനിൽ ആ കൊടുന്ന ഒരു മൂടേ അല്ല. പിന്നെ മൂത്തമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് മക്കള് പറയുന്ന സന്തോഷം അത്രേ ഉള്ളൂ. ഇന്നാലും ഒരു മരിച്ച കുടിക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ഒരു അളവും കാര്യങ്ങളിലൊക്കെ ഒരു സ്വാഭാവിക ഒരു മനുഷ്യനുണ്ടാവുമല്ലോ. ഇപ്പൊ ഇങ്ങനെ കുറെ കല്യാണത്തിനൊന്നും പോകാനുള്ളൊരു മൂടൊക്കെ മൂടൊക്കെ ഇതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് വേറെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു ഞാൻ ചോറ് കഴിക്കുന്നത് അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓരോന്ന് ചോദിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ മറ്റേ ഒരു പ്രൊഡക്റ്റ് പോലെയാണ് കാണുന്നത്. അതിന്റെ വേറെ സൈഡിൽ നമ്മൾ സുഖം അനുഭവിക്കിട്ട് അങ്ങനല്ല. നമുക്ക് അതിന്റെ ഈ സൈഡിൽ നമ്മുടെ ബിസിനസ് ഡെവലപ്പ്, നമ്മുടെ കാര്യങ്ങൾ ഡെവലപ്പ് ആവുന്നതല്ലോ. അതിന് എല്ലാം ഒപ്പം കിട്ടില്ല. എന്താ ചെയ്യാൻ ഇപ്പൊ റീസെന്റ് വേടൻ ആളുടെ പ്രണയിനിക്ക് വേണ്ടിട്ട് ഇപ്പൊ ലാവ സോങ് ഇറക്കിയല്ലോ. അപ്പൊ അതേപോലെ ഇനി എപ്പോഴാണ് ബേബിജിന്റെ പ്രണയിനിക്ക് വേണ്ടി വീഡിയോ അതെന്താ അതിന്റെ പേഴ്സണൽ കാര്യമില്ലേ? അല്ല ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ കുറച്ചും കൂടി ഗേൾസ് ഫാൻസ് ഒരു മാറ്റമില്ല, ഇതിൽ മാത്രം ഒരു മാറ്റമില്ല. ഇതിന്റെ കൂടെ ആരും നിൽക്കുന്നില്ല. അതെന്താ ഇപ്പോഴും അതെന്താ ആ തോട്ടിൽ ഒരു മാറ്റം വരാത്ത? ഒരു വർഷമായില്ലേ? ഇല്ല, അങ്ങനൊന്നുമില്ല. അത് എന്റെ കാര്യങ്ങളിൽ ഭയങ്കര ബോറ് കാര്യങ്ങളാണ്. ഞാനൊരു ഡെയിലി ലൈഫിലൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യണ ബോറിങ് ഭയങ്കര. അപ്പൊ നിക്കാഹ് ആലോചിക്കാൻ 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ളതാണ്. വേറെ അങ്ങനെ തോട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ലോ. നമുക്ക് ആരെങ്കിലും വർക്കായിട്ട് കാണുമ്പോ ഒന്ന് നോക്കുക വർക്കാവും എന്നുള്ളത്. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ വിടാന്നുള്ളതാണല്ലോ. അപ്പൊ ആരെയും അങ്ങനെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ആ ഒരു സൈഡ് തോന്നിയിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ലവ് മാരേജ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മള് കണ്ട് ചിലപ്പോ സംസാരിച്ച് ഓക്കെ ആയിട്ട് വീട്ടിൽ പോയി ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് പറയും? അപ്പൊ അങ്ങനെ ആവാം, ലിവിങ് ടുഗെദർ ആവാം. ഇപ്പൊ നിങ്ങളെന്ന് പറഞ്ഞല്ലേ ഇന്ന് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇരുന്ന ആളല്ല ഞാനെന്ന് പറഞ്ഞല്ലേ. മനുഷ്യന്മാർക്ക് മാറാം. അപ്പൊ ഞാൻ ചിലപ്പോ ലിവിങ് ടുഗെദർ ഒക്കെ ആവും. ഹേയ് ബേബി.
എന്താണ് ഇപ്പൊ ഫസ്റ്റ് ഡയറക്ഷൻ അറ്റംപ്റ്റ് അല്ലേ? അതെ. അപ്പൊ അതിനുശേഷം ഇപ്പൊ കൊറേ റെസ്പോൺസ് ഒക്കെ കിട്ടി. അപ്പൊ ഇങ്ങനെ അതിനു മുന്നേ ഞാൻ ചോദിക്കട്ടെ, മാരീഡ് ആണോ? നോട്ട് യെറ്റ്, അല്ല, ഗോയിങ് ടു ബി. ഓക്കെ, ലോക്ക്ഡ് ആണ്, ചോദിച്ചിട്ട് കാര്യമില്ല. അതെ. ആഹാ, എന്ത് പറഞ്ഞു ഇല്ല, ഓൾറെഡി ഉറപ്പിച്ചാണല്ലോ, കുഴപ്പമില്ല. ഓ, അതാണല്ലേ ഇപ്പൊ ഇവിടെ പറഞ്ഞേ, ഇഷ്ടപ്പെട്ട് വീട്ടിൽ പോയി ആലോചിച്ച ഇൻസ്പയർ ചെയ്തേ. അങ്ങനെ ഈ കൊച്ചെന്തൊക്കെയാ ചോദിക്കുന്നത്? കല്യാണമാണ് എല്ലാരും അങ്ങനെ പറയാം, കല്യാണത്തിന് അപ്പൊ ശരി, വിളിച്ചത് സന്തോഷം. അപ്പൊ എന്ത് പറയണു ഇപ്പൊ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ? കാരണം മരുമകനായിട്ട് വരാൻ പോകുന്ന ആള് ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി കഴിയുമ്പോ അവരെ അറിഞ്ഞിട്ടുണ്ടോന്ന് അവരറിഞ്ഞിട്ടില്ലേ? നമ്മള് സൈഡിൽ അങ്ങനെ ഒരു സേഫ് സോണും നല്ലൊരു പറയാ, ചീത്തൊന്നും പറയാം. നമ്മള് ചെയ്യുന്ന പകുതി കാര്യങ്ങൾ അവരങ്ങനെ കാണുക അറിയണമെന്നില്ല. അതെന്താണ്? അതങ്ങനെയാണ്. നമ്മളത്രയും ഒരു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ വരുന്നത്. റിലീജിയൻസ് ആണെങ്കിലും കൾച്ചറലി ആണെങ്കിലും. ഇപ്പൊ അവിടുത്തെ ഒരാൾക്ക് റിലീജിയൻ ഇല്ലെങ്കിൽ കൂടി കൾച്ചറലി അവർ ആ റിലീജിയന്റെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അവര് കൺസ്യൂം ചെയ്യുന്ന ഈവൺ ഇഫ് അവർ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവര് കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റും കാര്യങ്ങളും വേറെ ആയിരിക്കും. ഇത് വേറൊരു ഓഡിയൻസിനുള്ള സാധനങ്ങളല്ലേ. അന്നാ പിന്നെ അവര് കാണിച്ചു കൊടുത്തൂടെ? അല്ല, റിയാക്ഷൻ കൂടെ നമുക്ക് കാണാലോ. റിയാക്ഷൻ കൊടുക്കേണ്ട ആൾക്കാണല്ലോ ഇത് കൊടുക്കണ്ടേ, അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ഹനുമാൻ കഴിഞ്ഞിന്റെ ഒക്കെ ട്രെൻഡ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ബോളിവുഡ് ഇന്റർനാഷണൽ ലെവലിലേക്ക് ബേബിജിന്റെ പേര് മാറി, പ്രത്യേകിച്ച് ഈ വീഡിയോ റിലീസിന് ശേഷം. ഞാൻ കമന്റ്സ്, അതും കമന്റ്സിൽ വെറുതെ ആർക്ക് എന്തെന്ന് പറയാൻ പറ്റത്ത, എല്ലാരും ഒരേപോലെ പറയോ? പ്രൊഡക്ഷൻ ക്വാളിറ്റി അല്ലെങ്കിൽ വേ ഓഫ് പ്രസന്റേഷൻ മാറി എന്നുള്ളത്. ഓക്കെ, എൻ്റെ ട്രാക്ക് ഒന്നും ഇന്റർനാഷണലി അങ്ങനെ എത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു? ഇദ്ദേഹം ഇങ്ങനെ മെല്ലെ വളരെ കുറച്ച് വേർഡ്സ് സംസാരിക്കുന്നുള്ളൂ. ഞാൻ എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന വിചാരിച്ചിരുന്നു. ഇങ്ങനെയാണ്, അതുകൊണ്ട് ചോദിച്ച് കുഴപ്പമില്ലല്ലോ. ഞാൻ ചിലപ്പോ നമ്മളെ ഡയറക്ഷനും മറ്റേ ഞാൻ എന്തെങ്കിലും ഔട്ടൊക്കെ അങ്ങനെ കുറെ സമയത്ത് എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു. പിന്നെ ഞാനും ആദ്യമായിട്ടാണല്ലോ സ്പെൻഡ് ചെയ്യുന്നത് ഇത്രയും. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇങ്ങനെയാണ് ആളെന്ന്. അതെ, അപ്പൊ അത് ഓക്കെ. പിന്നെ ക്യാരക്ടർ ഇതാണെന്ന് മനസ്സിലായല്ലോ. പിന്നെ ആള് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മള് റീസെന്റ് ഇപ്പൊ നമ്മുടെ വേടനെ കുറിച്ച് പറയുമ്പോ ഡബ്സിയുടെയും കുറച്ച് സീൻസ് ഒക്കെ വന്നില്ല. എല്ലാവരും സീൻ വരുന്നുണ്ട്. പുതിയ പരിപാടിയല്ലേ ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ ഇങ്ങനെ എത്ര ഇതാവാന്നുള്ളത്. നമ്മളത്ര റെസ്പോൺസിബിൾ ആയി വരുന്നില്ലുള്ളൂ എല്ലാവരും. അതായത് ഇതൊരു ഓൾറെഡി ഒരു പാറ്റേണും ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ പുതിയ കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളും കുറേ അശ്രദ്ധ, കുറേ കാര്യങ്ങൾ എല്ലാവർക്കും സംഭവിക്കാം. തെറ്റിൽ നിന്ന് പഠിക്കുക, നല്ല കുട്ടികളാവുക, ആരെ ബുദ്ധിമുട്ടിക്കാണ്ട് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇത് അതിന് പ്രത്യേകിച്ചൊന്നും അതിൽ ചൂഴ്ന്നു പോകാനൊന്നുമില്ല. നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഡിസ്കഷൻസ് എന്താ, നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ തിരിച്ചു കിട്ടാറുണ്ടോ? ആർക്ക്? നമ്മളെല്ലാം ഒപ്പം പണിയെടുത്ത പരിപാടിയില്ല. അപ്പോൾ അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ കൊടുക്കുക? ടിപ്സ് ഒക്കെ ഞാൻ ഹെൽത്ത് നോക്കാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവരുടെ അടുത്തും. ഫിസിക്ക് നോക്കുക, അപ്പം തന്നെ പകുതി മുക്കാലും പ്രശ്നങ്ങൾ ശരിയാവും എന്നുള്ള കാര്യം ഞാൻ പറയാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നതെല്ലാം സത്യം എന്നുള്ളൊരു സൈഡുണ്ട്. ഈ റീലിലും ന്യൂസിലും കാണുന്നതെല്ലാം സത്യം എന്നുള്ളൊരു സാധനം ഉണ്ട്. അതിന് പിന്നാലെ പിന്നെ ഡാർഷൊക്കെ ആണെങ്കിൽ അത്രയും അതിനെ തന്നെ മൈൻഡിൽ എടുക്കാറില്ല. കൂളാണ്. ബേബിജിന് എങ്ങനെയാ? എന്തെങ്കിലും മാസ് കൂൾ. ഞങ്ങള് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് വെക്കോടെ. ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഇപ്പൊ വൈൻഡപ്പിലേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ ബേബിജിൻ വാക്ക് പറഞ്ഞ പോലെ തന്നെ ഫൈനലി പാടാൻ പോവാണ്.
അപ്പൊ എവിടെ നിന്ന് തുടങ്ങാൻ ആലോചിച്ചോട്ടാ. സൗത്തിന്റെ കീശക്ക് കായ്ക്ക് സ്കോപ്പ്, കക്കാൻ അറിയില്ല നയിപ്പന നയിപ്പ്, ആരാന്റെ കീപ്പെട്ട് വന്ന് കൈക്കൂപ്പ്, കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ്. ഇതാണ് പൊഷൻ. പിന്നെ കഴിഞ്ഞ് റിലേറ്റ് കൈയെടുക്കും. ഇനി റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ ചെയ്ത ഒരു പ്രൊഡക്റ്റിന്റെ പരിപാടി, അതായത് സൗത്ത് സൈഡിലേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ഒരു ക്യാഷ് ഫ്ലോന്റെ സ്കോപ്പ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ പിടിച്ചു പറയുക, അല്ലെങ്കിൽ ഒരു കക്കാൻ അറിയില്ല, നമ്മൾ വർക്ക് ചെയ്യാണ് അതിന് വേണ്ടിയിട്ട് എന്നുള്ള സാധനം. അപ്പൊ ഇതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പാടിയതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. അല്ല, ഇത് നമ്മളെ മ്യൂസിക് വീഡിയോക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് എടുത്തതിന്റെ വൺ ഓഫ് ദ ഉദ്ദേശങ്ങളിൽ പെട്ട ഒന്ന്. ഈ ലിറിക്സ് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അത് ഓർമ്മ വന്നോണ്ട് പാടാൻ പറഞ്ഞോണ്ട് ഈ ഭോഗം പാടി. അതെ, പാടിയോ? മരുഭൂമിയില് മഴ. അന്നേ ഞാൻ എത്ര പറഞ്ഞറിയോ പാടില്ല. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഡയറക്ടർ സിംഗിൾ ആയിട്ട് പാടാന്ന് പറഞ്ഞില്ലേ? സിംഗിൾ ആയിട്ട് ബേബി പാടും പറഞ്ഞത്. ഡയറക്ടർ പാടില്ല? രണ്ടുപേരും ഞാൻ പാടാൻ പാടും, പറ്റും, പാടും. അവിടെ ചിരിക്കുന്നത് നോക്കിട്ട് ഇപ്പൊ പാടാനുള്ള തയ്യാറെടുപ്പാന്ന് നിങ്ങൾ വിചാരിച്ചത് തെറ്റി. ആ 24 മണിക്കൂർ പിന്നാണ്ട് ചിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അരമണിക്കൂർ 1 മണിക്കൂർ പാടില്ല, പക്ഷെ കൺവിൻസിങ് സ്റ്റാർ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോ വൺസ് അഗെയിൻ വളരെ അടിപൊളി ടോപ്പ് നോച്ച് പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയിരുന്നു കായ് വീഡിയോ സോങ്ങിന്. ആൻഡ് ഇനിയും ഇതുപോലുള്ള വൈബായിട്ടുള്ള കിഡ്ലൻ സാധനങ്ങൾ, സ്റ്റഫ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് വരട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.